എൻ്റെ പേര് ഡെന്നി, ഇത് വൈഫ് നിധി, ഇത് പപ്പ മമ്മി. നമുക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു കംപ്ലീറ്റ്ലി പ്രൊഫഷണലി വർക്ക് മെയിൻറ്റെയിൻ ആയി പോകണം. ഫൈനലി അങ്ങനെ നമ്മൾ ടോപ്പ് ലെവൽ ബിൽഡേഴ്സുമായിട്ട് ഹാൻഡ് ഷേക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ അഖിലിൻ്റെ കംപ്ലീറ്റ് നേതൃത്വത്തിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും നാട്ടിലില്ല. സോ നമുക്ക് ഡയറക്റ്റ് സൈറ്റ് മോണിറ്റർ ചെയ്യുക, സൈറ്റ് സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരുന്നു. സോ അവരുടെ സൈഡിൽ നമുക്കൊരു ലൈവ് ക്യാമറ അവർ ഫിക്സ് ചെയ്ത് തന്നു. സോ നമുക്ക് ഒരു പരിധി വരെ നമ്മൾ നാട്ടിലില്ലാത്ത സ്ഥിതിക്ക് ലൈവ് ക്യാമറ വഴി വർക്ക് എന്തൊക്കെ പ്രോഗ്രസ് ആകുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റി. പിന്നെ അഖിലുമായിട്ടുള്ള ഇനീഷ്യൽ സ്റ്റേജ് മുതലുള്ള ഡീലിങ്, പിന്നെ അഖിലിൻ്റെ ടെക്നിക്കൽ നോളേജ്, ഇതെല്ലാം നമുക്ക് ഇനീഷ്യലിൽ തന്നെ അതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ഒരു നമുക്ക് ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കി. സോ അത് കാരണം തന്നെയാണ് നമുക്ക് ടോപ്പ് ലെവൽ ഡെവലപ്പേഴ്സുമായിട്ട് ബിൽഡേഴ്സുമായിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യാനായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തത്. പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് അവർ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തു. അതിൽ കംപ്ലീറ്റ് അവരുടെ ഡയറക്ടേഴ്സ്, ദെൻ സൈറ്റ് എഞ്ചിനീയർ, ദെൻ ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഞാനും പപ്പയും ഉണ്ടായിരുന്നു. സോ അവർ നമുക്ക് ടൈം ടു ടൈം ആയിട്ടുള്ള അപ്ഡേറ്റുകളെല്ലാം, ഈവൻ സൈറ്റിലെ മെറ്റീരിയൽ ഡെലിവറി, എന്തൊക്കെ വർക്ക് പ്ലാൻ ചെയ്യുന്നു നെക്സ്റ്റ് വീക്സിലേക്കുള്ള അപ്പ് ഫ്രണ്ട് വർക്കുകളെല്ലാം കംപ്ലീറ്റ് എന്തൊക്കെ ഫോളോ അപ്സും കാര്യങ്ങളും എല്ലാം ആ ഗ്രൂപ്പ് വഴി അവർ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നിരുന്നു. സോ അത് കാരണം തന്നെ നമ്മൾ നാട്ടിലില്ല അങ്ങനെ ഒരു സൂപ്പർവിഷൻ നമ്മുടെ സൈഡിൽ നിന്ന് ഡയറക്റ്റ് ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചിട്ടില്ല. അതെല്ലാം അഖിലിൻ്റെ കോർഡിനേഷനിൽ തന്നെയാണ് അതെല്ലാം നടന്നത്. സോ വി അപ്രീഷിയേറ്റ് ദം. നല്ലൊരു ക്യാപ്പബിൾ ടീമുണ്ട് അവർക്ക്. ഫാസ്റ്റപ്പായിട്ട് ഈവൻ ഫൈനൽ സ്റ്റേജിലെല്ലാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പെയിൻറ്റേഴ്സ്, കണക്ക് തന്നെ ഇലക്ട്രിക്കൽ വർക്കേഴ്സ്, പ്ലംബിംഗ് ടീമുകളെല്ലാം വളരെ കോർഡിനേഷനിൽ സൈറ്റിലുണ്ടായിരുന്നു. വളരെ കൃത്യമായി തന്നെ വർക്ക് അവർ നമുക്ക് വേണ്ടി ഫിനിഷ് ചെയ്ത് തന്നു. ഹൗസ് വാമിങ് പ്ലാൻഡ് ഡേറ്റിൽ തന്നെ ഫിനിഷ് ചെയ്തു. നമ്മുടെ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇത്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മോസ്റ്റ്ലി ഡിസൈനിൻ്റെ ടൈം മുഴുവൻ നമ്മൾ സ്പെൻഡ് ചെയ്തത്. ഓൾമോസ്റ്റ് ടോട്ടലി 2 സൈഡ് ഗ്ലാസും 3rd സൈഡ് വിത്ത് ഗ്രിൽഡ് ഗ്ലാസ്സുമായിട്ട് നമ്മളിങ്ങനെ ഒരു സ്റ്റേജിലേക്ക്, ഒരു ഫൈനലൈസേഷനിലേക്ക് എത്തുമായിരുന്നു. ഏറ്റവും വീടിൻ്റെ ഒരു ഹൈലൈറ്റഡ് ഏരിയ ആയിട്ട് ഈ ഒരു ഏരിയ മാറുകയും ചെയ്തു. വന്ന് ഹൗസ് വാമിങ് ടൈം ആണെങ്കിലും പലരും വന്നിട്ടും ഏറ്റവും കൂടുതൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തത് ഈ ഒരു ഏരിയ കണ്ടിട്ടാണ്. ഇതിൻ്റെ ഒരു ഡിസൈനും ഇതിൻ്റെ ഒരു ഗ്രീൻ സ്പേസും കണ്ടിട്ടാണ്. ഈ ഒരു ഏരിയയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ പർഗോളയാണ്. സോ നമുക്ക് നാച്ചുറൽ ലൈറ്റ് മാക്സിമം ഈ ഏരിയയിൽ കിട്ടും. സൈഡിൽ നിന്നും അതുകണക്ക് തന്നെ ഈ ഒരു സൈഡിൽ നിന്നും ടോപ്പിൽ നിന്നും ഡയഗണൽ പർഗോളയാണ് മേളിൽ കൊടുത്തേക്കുന്നത്. സോ നമുക്ക് മാക്സിമം സൺലൈറ്റ് കിട്ടും. ഈവൻ നമുക്ക് ഡേ ടൈമിൽ ലൈറ്റിംഗ് എന്നൊരു സംഭവം നമുക്ക് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിലും ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിലും അങ്ങനെ ഒരു ലൈറ്റ് ഇടേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. സോ ഇതൊരു വൺ ഓഫ് ദ സ്പെഷ്യൽ ആണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ. കാരണം ഇങ്ങനൊരു പെർഗോളിക് ഡിസൈൻ, അതുകണക്ക് തന്നെ സീ ബിലോ ഡിസൈൻ വന്നത് വൺ ഓഫ് ദ ഐഡൻറ്റിറ്റി തന്നെയാണ് താൻ പറയാൻ പറ്റും. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ബാൽക്കണി ഏരിയ ആണ്. നമ്മുടെ വീടിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് നല്ലൊരു വലിയ ബാൽക്കണി, വലിയൊരു ഗ്രീൻ സ്പേസ് വിത്ത് പെർഗോളിക് ഗ്രീൻ സ്പേസ് വേണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. ഈ ഒരു ഗ്രീൻ സ്പേസ് നമ്മൾ മാക്സിമം ക്രിയേറ്റ് ചെയ്തത് കുട്ടികൾക്കുള്ളൊരു ഇൻഡോർ പ്ലേ ഏരിയ, പിന്നെ ഒരു ചെറിയൊരു പൂൾ ഏരിയ, പിന്നെ അവർക്ക് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെയാണ് ഈ ഒരു ഏരിയ നമ്മൾ മാക്സിമം ക്രിയേറ്റ് ചെയ്തെടുത്തത്. ഇത് പെർഗോളിക് ഡിസൈനാണ്. നമുക്ക് സൺലൈറ്റ് ഉണ്ട്, മേളിൽ കവേർഡാണ്, ബട്ട് സൺലൈറ്റ് സ്റ്റിൽ കിട്ടും. സോ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ വളർത്താനും അതിനൊക്കെ തന്നെ ഒരു ഗ്രീൻ സ്പേസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് നിർത്താനും ഒക്കെ ആയിട്ട് നല്ലൊരു സ്പേസാണ്. പിന്നെ ഈവനിങ് ടൈം ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ. കാരണം നല്ലൊരു ബ്രീസ് നമുക്ക് ഈവനിങ് ടൈമിൽ കിട്ടും. പിന്നെ നല്ലൊരു ഫീലാണ് ഈ ഒരു ഏരിയാസ്. മാക്സിമം കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കുറച്ച് ടീ ടൈം ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഏരിയയാണ്. നമ്മുടെ വീടിൻ്റെ വൺ ഓഫ് ദ യൂണീക്ക് ആൻഡ് ഐഡൻറ്റിറ്റിയാണ് ഈ ഒരു ഏരിയ.
എലവേഷൻ ആണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈൻ എലമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ ഒരു പർഗോള ഡിസൈൻ, ഫസ്റ്റ് ഫ്ലോറിലെ പർഗോള ഡിസൈൻ, അതൊരു ഗ്രീൻ സ്പേസ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഈ ഒരു ലോങ് ബാൽക്കണി എന്ന് വെച്ചാൽ മോസ്റ്റ്ലി അത്ര വൈഡായിട്ടാണ് നമ്മൾ ബാൽക്കണി എടുത്തേക്കുന്നത്, മോസ്റ്റ് സ്പേഷ്യസിന് വേണ്ടിയിട്ട്. അതുകൂടാതെ ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയ, ഈ ഒരു സിറ്റ് ഔട്ട് സ്പേസ്, പിന്നെ ഈ ഒരു പ്ലാന്റേഷൻസ് ഏരിയ. സോ ഇതെല്ലാം കൂടെ ഒരു യുണീക്ക് ഫീച്ചറായിട്ട് വരാനായിട്ട് നമ്മൾ മോസ്റ്റ്ലി ഡിസൈൻ സ്റ്റേജിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ വരാനായിട്ട് മോസ്റ്റ്ലി നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. വീട് പണിയെന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ഒരു ടൈം പീരീഡാണെന്ന് ഞങ്ങൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. വീട് പണി നാട്ടിൽ നടക്കുന്നു, ഞങ്ങൾ പുറത്ത് ജോലി ചെയ്യുന്നു. പക്ഷെ നമ്മൾ ജോലി കഴിഞ്ഞ് തിരിച്ച് വരുമ്പം അന്ന് നടന്ന എല്ലാ അപ്ഡേറ്റ്സും ഞങ്ങൾക്ക് കിട്ടും. അതിപ്പം ഈ ടൈം സോൺ ഡിഫറൻസ് ആണ്, എന്നാലും നമ്മൾ ഏത് രാത്രിയിലും എപ്പോൾ ഇവരെ കോണ്ടാക്ട് ചെയ്താലും നമുക്ക് അതിൻ്റെതായ അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വീട് കല്ലഴിച്ചിന് മുന്നേ തന്നെ നമുക്കൊരിത് തന്നായിരുന്നു, എപ്പോൾ നമ്മുടെ വീട് തീരും അതനുസരിച്ച് നമ്മൾ വെക്കേഷൻ പ്ലാൻ ചെയ്തു. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ആ ടൈമിലൊക്കെ തീരുമോ, നമ്മളിനി നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും പാലയച്ചാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ അതിന് മുന്നേ തന്നെ എല്ലാം കംപ്ലീറ്റും ആയി. അടുത്ത വെക്കേഷൻ വന്നപ്പോൾ നമ്മൾ ഹൗസ് വാമിങ് പ്ലാൻ ചെയ്തു, അതും എല്ലാം കഴിഞ്ഞു. എന്നിട്ട് പിന്നെ നമുക്ക് കുറേ ദിവസം വീട്ടിൽ നിൽക്കാനും പറ്റി. നല്ലൊരു ടീം വർക്കായിരുന്നു അഖിലിൻ്റെയും ടീമിൻ്റെയും. ബെസ്റ്റ് വിഷസ് ഇനി അവരുടെ ഫ്യൂച്ചർ പ്രോജക്ട്സിന് വേണ്ടിയൊക്കെ. So we appreciate them. Thank you for your efforts, Akhil and the team. Thank you so much.